ഹലോ, ഇന്നൊരു ഹാപ്പി സൺഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായി താഴേക്ക് പോവാണ്. ഇന്ന് അമ്പലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ താഴെ കാർത്തികേയനി മാമിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് രാവിലെ റെഡി ആയിട്ട് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ മാം കോലമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. പൂജാ റൂമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ പരിപാടികൾ ആകെ കൂടി ഒരു നല്ല ഡേ ആണ് കേട്ടോ. അപ്പോഴാണ് സഞ്ജയ് രാവിലത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് പ്രാവിന് അരി കൊടുക്കുകയാണെ. കോസ്റ്റ്ലി ഫുഡ് കഴിക്കുള്ളൂ പ്രാവുകൾ, ബിരിയാണി റൈസൊക്കെയാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞിട്ട് അപ്പം റെഡി ആയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവരുടെ വീഡിയോ ഒക്കെ എടുത്ത് അപ്പം മാം പൂജയുടെ പരിപാടികളാണ് ഇനി. ഇവരിതുപോലെ വീട് മൊത്തം ഇതിങ്ങനെ മണപ്പിക്കും കേട്ടോ. എന്താണെന്ന് പറയുക, സാമ്പ്രാണി. അങ്ങനെ തുളസിക്കും എല്ലാവരും. അപ്പോൾ ഞാൻ മാമിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. ശരിക്ക് ഒരു ചേച്ചീനെ കിട്ടിയ പോലെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർ ചെയ്യണ പോലെ ചെയ്യണേ. പിന്നെ വലിയ പ്രായ വ്യത്യാസമല്ല, ചേച്ചിയാണ്. അങ്ങനെ എന്നിട്ട് നോക്കൂ, അപ്പുറത്തെ വീട്ടിലും പോയിട്ട് ഇങ്ങനെ കാണിപ്പിക്കുക, അവർക്ക് ഐശ്വര്യം ഉണ്ടാവട്ടെ. സോ കൈൻഡ്. അങ്ങനെ നമ്മൾ അങ്ങനെയെങ്കിലും ഭയങ്കര കൈൻഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇനി എല്ലാ റൂമിലും പോയിട്ട് അങ്ങനെ സാമ്പ്രാണി ഇതാക്കും കേട്ടോ. അപ്പോൾ ഇവർക്ക് 2 സ്ഥലത്ത് പൂജാ റൂമുണ്ട്. ഒന്ന് അവിടെ ഗണപതി അങ്ങനെ എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു ഗുരുവായൂരപ്പനും കൂടി കൊണ്ടുവന്ന് കൊടുക്കണം. ഇത് ലക്ഷ്മി, സരസ്വതി അങ്ങനെയൊക്കെ സെറ്റാക്കി അത് കഴിഞ്ഞ് പിന്നെ പൂജയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂജ ചെയ്യാണ്. കുറേ രീതിയിൽ പൂജകളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളോട് പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. മാം രാമേശ്വരത്ത് നിന്നാണ്, ധനുഷ്കോടിയിലാണ് മാമിൻ്റെ വീട്. ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത് കോയമ്പത്തൂരാണ് കേട്ടോ. അപ്പം രാമേശ്വരത്തെ ശംഖൊക്കെയാണ് തൂങ്ങിക്കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് തൊഴാൻ പോവാണ്. അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് തൊഴിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പോയി തൊഴുതു. അത് കഴിഞ്ഞ് ഏട്ടൻ പോയി തൊഴുതു. അത് കഴിഞ്ഞ് പിന്നെ മാമിൻ്റെ ഹസ്ബൻഡ് പോയി തൊഴുതു. അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങൾ പോയി തൊഴുതു. അങ്ങനെ